നമ്മുടെ കേരള ബോക്സ് ഓഫീസിലെ തന്നെ മികച്ച ഓപ്പണിംഗ് ബോക്സ് ഓഫീസ് ഏത് സിനിമയ്ക്കാണെന്ന് പരിശോധിക്കാൻ നമുക്ക് ലിസ്റ്റില് മലയാളം, തമിഴ്, മറ്റ് സിനിമാ ഭാഷകളൊക്കെ ഉണ്ട്. നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മികച്ച ഓപ്പണിംഗ് വീക്കിന് പരിശോധിക്കാം നമുക്ക്. മൊത്തം 15 സിനിമകളാണ് ലിസ്റ്റിൽ കാണാൻ സാധിക്കും. താഴെ നിന്ന് ആരംഭിക്കാം നമുക്ക്. 15ാമത്തെ സിനിമ നമ്മുടെ അതിരടി എന്ന സിനിമയാണ്. ഈ വർഷം പുറത്തിറങ്ങിയ ബേസിൽ, ടൊവിനോ, വിനീത് ശ്രീനിവാസൻ, റിയ ഷിബു എന്നിവർ അഭിനയിച്ച സിനിമയാണ്. കോളേജിന്റെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ്. ഓൾമോസ്റ്റ് ഇപ്പൊ നിലവിൽ വേൾഡ് വൈഡ് 60 കോടിന്റെ മുകളിൽ സിനിമയ്ക്ക് വേൾഡ് വൈഡ് കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഉടൻ തന്നെ സിനിമയുടെ OTT റിലീസ് സോണി ലിവിൽ വരുന്നതായിരിക്കും. പടം നേടിയെടുത്തത് 20 കോടി 25 ലക്ഷമാണ് ബോക്സ് ഓഫീസ് ഓപ്പണിംഗ് വീക്കെൻഡ് ആയിട്ട് കേരളത്തില്. മറ്റൊരു സിനിമയാണ് 14ാമത്തെ സിനിമയായ തുടരും എന്ന സിനിമ. നമ്മുടെ ലാലേട്ടൻ തരുൺമൂർത്തി കോമ്പോയിൽ പുറത്തിറങ്ങിയ സിനിമയാണ്. നമ്മുടെ എമ്പുരാൻ സിനിമയ്ക്ക് ശേഷം നല്ലൊരു കംബാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു സിനിമ ആയിരുന്നു. സത്യം പറഞ്ഞ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നത് ഈ ഒരു സിനിമ തന്നെയായിരുന്നു. നല്ലപോലെ ഒരു ഹരം തന്ന ഒരു തുടരും സിനിമ തന്നെയാണ്. നമ്മുടെ എമ്പുരാൻ സിനിമയ്ക്ക് നല്ലൊരു കംബാക്ക് ആണെന്ന് പറയാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ തുടരും നല്ലൊരു കംബാക്ക് സിനിമ ആയിരുന്നു ലാലേട്ടനെ സംബന്ധിച്ച്. എന്തായാലും തുടരും സിനിമ ഓൾമോസ്റ്റ് നേടിയെടുത്തത് 3 ദിവസം കൊണ്ട് 20 കോടി 30 ലക്ഷമായിരുന്നു. മറ്റൊരു സിനിമ ഈ വർഷം പുറത്തിറങ്ങിയ പാട്രിയോട്ട് എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ മഹേഷ് അണ്ണൻ, ലാലേട്ടൻ, മമ്മൂക്ക എന്നിവർ ഒന്നിച്ച് അഭിനയിച്ച ഒരു വമ്പൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. 130 കോടിയൊക്കെയാണ് പടത്തിന്റെ ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്നത്. സിനിമ ഓപ്പണിംഗ് വീക്കെൻഡ് കേരളത്തില് 20 കോടി 70 ലക്ഷമാണ് സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിച്ചത്. മറ്റൊരു സിനിമ തമിഴിൽ നിന്നാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൂലി എന്ന സിനിമ. നമ്മുടെ ലോകേഷ് കനകരാജ് സംവിധാനത്തിൽ വന്ന സിനിമ. ഓൾമോസ്റ്റ് 21 കോടി 20 ലക്ഷമാണ് സിനിമയുടെ കേരളത്തിലെ ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ കാണാൻ സാധിച്ചത്. മറ്റൊരു സിനിമ നമ്മുടെ ലാലേട്ടന്റെ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയാണ്. 22 കോടി 2 ലക്ഷമാണ് സിനിമയുടെ ഓപ്പണിംഗ് കളക്ഷൻ കാണാൻ സാധിച്ചത് നമ്മുടെ കേരളത്തിലെ സിനിമയ്ക്ക് ഓപ്പണിംഗ് വീക്കെൻഡ് ആയിട്ട്. മറ്റൊരു സിനിമ നമ്മുടെ മമ്മൂക്കിയുടെ സിനിമയാണ്. ഭീഷ്മപർവം എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ അമൽനീരദ് സംവിധാനത്തിൽ വന്നൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. ഓൾമോസ്റ്റ് വേൾഡ് വൈഡ് സിനിമയ്ക്ക് 80 കോടിയുടെ അടുത്താണ് കളക്ഷൻ കാണാൻ സാധിച്ചത്. പടത്തിന്റെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് വീക്കെൻഡ് 22 കോടി 15 ലക്ഷമാണ്. മറ്റൊരു സിനിമ ഒരു കന്നഡ സിനിമയാണ്. കാന്താര ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ സിനിമയാണ്. 23 കോടി 6 ലക്ഷമാണ് സിനിമയുടെ കേരളത്തിലെ ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ കാണാൻ സാധിച്ചത്. മറ്റൊരു സിനിമ ആട് ജീവിതം എന്ന് പറഞ്ഞ നമ്മുടെ ഗോട്ട് ലൈഫ് എന്ന് പറഞ്ഞ സിനിമയാണ്. പാൻ ഇന്ത്യൻ സിനിമയൊക്കെ ആയിരുന്നു. സിനിമ കേരളത്തിലെ ഓപ്പണിംഗ് വീക്കെൻഡ് ആയിട്ട് 23 കോടി 19 ലക്ഷമാണ്. വീണ്ടും നമ്മൾ തമിഴ്നാട്ടിൽ പോവുകയാണ്. നമ്മുടെ ജയിലർ എന്ന സിനിമയാണ് പിന്നീട് കാണാൻ സാധിക്കുന്നത് ഓപ്പണിംഗ് വീക്കെൻഡ് ആയിട്ട് മികച്ചത്. 23 കോടി 65 ലക്ഷമാണ് ഇതിന്റെ നല്ലൊരു ഓപ്പണിംഗ് വീക്കെൻഡ് കാണാൻ സാധിക്കും രജനീകാന്തിന്റെ ജയിലർ എന്ന സിനിമേന്റെ. മറ്റൊരു ഓപ്പണിംഗ് വീക്കെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ KGF ചാപ്റ്റർ 2 എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മൾ കന്നഡയിലോട്ട് എത്തിയിരിക്കുകയാണ്. കന്നഡ ഇൻഡസ്ട്രി ഓൾമോസ്റ്റ് 26 കോടി 50 ലക്ഷമാണ് സിനിമയുടെ ഓപ്പണിംഗ് വീക്കെൻഡ് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു സിനിമ ഈ വർഷം പുറത്തിറങ്ങിയ നമ്മുടെ ഹാഷിറും പിള്ളേരും തകർത്ത് അഭിനയിച്ച വാഴ 2 എന്ന സിനിമയാണ്. 26 കോടിയാണ് സിനിമയുടെ ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ. 26 കോടി 55 ലക്ഷം. മറ്റൊരു സിനിമ ഈ വർഷം പുറത്തിറങ്ങിയ നമ്മുടെ ആട് എന്ന സിനിമയുടെ 3ാം ഭാഗമാണ്. നമ്മുടെ ജയസൂര്യ, വിജയ് ബാബു അതുപോലെ തന്നെ ഇന്ദ്രൻസ് എന്നിവർ അഭിനയിച്ച ആട് 3. 27 കോടി 45 ലക്ഷമാണ് സിനിമയുടെ കേരളത്തിലെ ഓപ്പണിംഗ് വീക്കെൻഡ് കേരള ബോക്സ് ഓഫീസ്. മറ്റൊരു സിനിമ ലിയോ എന്ന സിനിമയാണ്. നമ്മുടെ വിജയ് അണ്ണന്റെ ലിയോ. ഓൾമോസ്റ്റ് 32 കോടി 85 ലക്ഷമാണ് സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കാണാൻ സാധിച്ചത് നമുക്ക് ഓപ്പണിംഗ് വീക്കെൻഡ് ആയിട്ട്. അടുത്ത സിനിമ നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ 3ാം ഭാഗം തന്നെയാണ്. നമ്മുടെ ജിത്തു ജോസഫ് ലാലേട്ടൻ കോമ്പോയിൽ പുറത്തിറങ്ങിയ ദൃശ്യം എന്ന സിനിമയാണ് 2ാം സ്ഥാനം കാണാൻ സാധിച്ചത്. അതും ലിയോ സിനിമേന്റെയും ആട് സിനിമേന്റെയും വാഴ സിനിമേന്റെയും KGF ജയിലറൊക്കെ മറികടന്ന് നമ്മുടെ 2ാം സ്ഥാനം, അതും ഓൾ ടൈം മികച്ച ഓപ്പണിംഗ് വീക്കെൻഡ് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ 38 കോടി 64 ലക്ഷമായിട്ട്. അതിന്റെ തലപ്പത്തിലും നമ്മുടെ ലാലേട്ടന്റെ ഒരു സിനിമ തന്നെയാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ. അപ്രോക്സ് ആയിട്ട് 42 കോടി 56 ലക്ഷമാണ് സിനിമയുടെ ഓപ്പണിംഗ് വീക്കെൻഡ് ബോക്സ് ഓഫീസ് കാണാൻ സാധിച്ചത്. നല്ലൊരു ഓപ്പണിംഗ് തന്നെയാണ് നമ്മുടെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമയുടെ റെക്കോർഡ് ഇപ്പോഴും സുരക്ഷിത തന്നെയാണ്. എന്തായാലും ഈ ഒരു സിനിമയുടെ ഓപ്പണിംഗ് വീക്കെൻഡ് ഇനി ഏത് സിനിമയാണ് തകർക്കാൻ പോകുന്നത് മറക്കാതെ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. എന്തെങ്കിലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമകളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റിനായിട്ട്. അതിനും ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ ചാനൽ.